ഹലോ കൂട്ടുകാരെ, സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുന്ന ബോഡി പെയിൻ ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നമ്മളുടെ ഈ ഫിസിക്കൽ ബോഡിയിൽ എന്തുകൊണ്ടാണ് പെയിൻ വരുന്നതെന്ന് പറഞ്ഞു തരാം. നമ്മൾ ഒരു അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ, ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ ആദ്യം അതിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹീലിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി സർഫേസിൽ വരുന്നത് നമ്മളുടെ ഫിസിക്കൽ ബോഡിയിലാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ബ്ലോക്ക്ഡ് എനർജീസ് ഒക്കെയും സർഫേസിൽ വരികയും ഹീൽ ആവുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ബോഡിയിൽ നമ്മൾക്ക് പെയിൻ അനുഭവപ്പെടാറുണ്ട്. ഇതല്ലാതെ നമ്മുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ മിറർ സോളുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കൗണ്ടർ പാർട്ടുമായിട്ട്, അത് ഫെമിനൈൻ എനർജി ആയിക്കോട്ടെ മസ്കുലൈൻ എനർജി ആയിക്കോട്ടെ, അവരുമായിട്ട് എല്ലായ്പ്പോഴും എനർജി എക്സ്ചേഞ്ച് നടക്കാറുണ്ട്. കാരണം ചക്രാസ് ഇൻ്റർലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ആവുന്നുണ്ട് രണ്ട് ബോഡീസിലുള്ള ഒരു ആത്മാവിലേക്ക്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോസ്മിക് എനർജീസിൻ്റെ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ന്യൂ മൂൺ ഫുൾ മൂൺ ഒക്കെ വരുമ്പോൾ ചക്രാസ് ക്ലെൻസിങ് ആവും. അത് രണ്ട് സൈഡിലും രണ്ട് ബോഡീസിലും ആകുമ്പോൾ നമ്മൾ മിറർ സോൾ ആയതുകൊണ്ട് തന്നെ ഒരു ബോഡിയുടെ പെയിന് ഇനിയൊരു ബോഡി മിറർ ചെയ്യാറുണ്ട്. ഇവിടെയും യൂണിവേഴ്സ് അത് ക്ലെൻസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതൊരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് പിന്നെയും നോർമലായിട്ട് ഫീൽ ആവാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ അവേക്കനിങ്ങിലേക്ക് വരുമ്പം ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ബോഡിയിലുള്ള പെയിൻ കാരണമുള്ള ഇംബാലൻസ്, ഈ ഇംബാലൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് ബോഡി തന്നെ ഹീൽ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. കാരണം നമ്മുടെ ബോഡിക്ക് അതിൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടൊരു ഹീലിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇത് മിസ്മാച്ച് ആകുമ്പോഴും പലപ്പോഴും നമ്മൾക്ക് ബോഡിയിൽ പെയിൻ വരാറുണ്ട്. അപ്പോൾ ഇതിൽ ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫെമിനൈൻ എനർജിക്ക് മാത്രമേ ബോഡി പെയിൻ ഫീൽ ആവാറുള്ളൂ, മസ്കുലൈൻ എനർജിക്കും ബോഡി പെയിൻസ് ഉണ്ടാവാറുണ്ടോ നമുക്കുള്ളതുപോലെ എന്നൊക്കെ. തീർച്ചയായിട്ടും രണ്ട് പേർക്കും, രണ്ട് കൗണ്ടർ പാർട്സിനും, ഫെമിനൈൻ എനർജിക്കും മസ്കുലൈൻ എനർജിക്കും ബോഡി പെയിൻസ് എല്ലായ്പ്പോഴും അവേക്കനിങ് ട്രിഗറായി കഴിയുമ്പം അല്ലെങ്കിൽ അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പം വരാറുണ്ട്. എന്നാൽ ഫെമിനൈൻ എനർജി ഇതൊരു സ്പിരിച്വൽ അവേക്കനിങ് ആണെന്ന് മനസ്സിലാക്കി ആ ഒരു ബോഡി പെയിനിനെ അതേ പ്രോസസ്സിലൂടെ കടന്നു പോകാനായിട്ട് അനുവദിക്കും. എന്നാൽ അൺഅവേക്കൻഡ് ആയിട്ടുള്ള മസ്കുലൈൻ എനർജിക്ക് ഇതൊന്നും അറിയാതെ അവർ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയിട്ട് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിലീഫിനുള്ള കാര്യങ്ങൾ നോക്കുമെങ്കിലും അത് വലുതായിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ ബോഡി പെയിൻസ് എന്തൊക്കെയായിരിക്കും വരുന്നതെന്ന് മനസ്സിലാക്കാം. ഈ ജേർണിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ തലകറക്കം ഫീൽ ആവാറുണ്ട്. നമുക്ക് ബോഡി ഒത്തിരി വീക്കാണെന്ന് ഫീൽ ആവാറുണ്ട്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതുപോലെ നമുക്ക് ഫീൽ ആവാറുണ്ട്, ഒരു ഫിസിക്കൽ സ്റ്റെബിലിറ്റി. അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മളിവിടെ പലപ്പോഴും ഒരു ഡിപ്രഷൻ്റെ ഒരു അവസ്ഥയിലായിരിക്കും, ആങ്സൈറ്റി ഇഷ്യൂസ് കൂടുതലായിരിക്കും. മെയിനായിട്ട് ലൈഫിലൊരു പർപ്പസ് കാണില്ല. അതായത് അതുവരെയുള്ള പ്രശ്നങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രോബ്ലംസിനെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നമ്മളുടെ ബോഡി നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഇങ്ങനെയുള്ള ഓരോ സിംറ്റംസിലൂടെ ആയിരിക്കും. രണ്ടാമത്തേത്, നമ്മളുടെ നട്ടെല്ലിൽ എല്ലായ്പ്പോഴും പെയിൻ കാണും സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ. ഇത് നമ്മളുടെ ചക്രാസ് ബാലൻസ് ആവാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും മിക്കപ്പോഴും നമുക്ക് ഫീൽ ആവുന്നത്. കാരണം ഈ ചക്രാസ് എപ്പോഴാണോ ബാലൻസ് ആവാൻ സ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ സ്പൈനിലുള്ള നെഗറ്റിവിറ്റി, ഫിസിക്കൽ ബോഡിയിലുള്ള നെഗറ്റീവ് ബ്ലോക്ക്സ് സർഫേസിൽ വന്ന് ക്ലീൻ ആവും. അതുകൊണ്ടാണ് ആ ഒരു പെയിൻ നമുക്ക് അനുഭവപ്പെടുന്നത്. അടുത്തതായിട്ട് ഈ ജേർണിയിൽ എല്ലായ്പ്പോഴും കൂടുതൽ ഫെമിനൈൻസും പരാതി പറയുന്ന ഒരു കാര്യമാണ് ത്രോട്ട് പെയിൻ എന്ന് പറയുന്നത്. നമ്മളുടെ ത്രോട്ട് ചക്ര ബാലൻസ് ആവുമ്പോൾ അല്ലെങ്കിൽ ക്ലെൻസിങ് നടക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരാറുണ്ട്. എന്നാൽ ഫെമിനൈൻ എനർജി പലപ്പോഴും
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വലിയ വിഷമം ഉണ്ടാവാറില്ല. കാരണം അവർ ഒരു പ്രാവശ്യം ആ ഒരു 7 ചക്ര മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഹീലിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പം അവരുടെ ത്രോട്ട് ചക്ര നന്നായിട്ട് ബാലൻസ് ആയി കഴിയും. എന്നാൽ പലപ്പോഴും അത് കഴിഞ്ഞിട്ടും ഈ ത്രോട്ട് ചക്ര റിലേറ്റഡ് പ്രശ്നങ്ങൾ, അതായത് ത്രോട്ടിൽ പെയിന്, വർത്തമാനം പറയാൻ വയ്യ, തൊണ്ട അടഞ്ഞിരിക്കുന്നു, ഇങ്ങനെയൊക്കെയും പല സിംറ്റംസ് വരാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മിറർ സോൾ അല്ലെങ്കിൽ കൗണ്ടർ പാർട്ട് അവരുടെ ത്രോട്ട് ചക്ര ജേർണിയുടെ ലാസ്റ്റ് വരെയും ബാലൻസ്ഡ് അല്ലായിരിക്കും ഈ ജേർണിയിൽ. അത് ദൈവമായിട്ട് അല്ലെങ്കിൽ ഡിവൈനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഫെമിനൈൻ എനർജി ഇമോഷണലി എക്സ്പ്രസീവ് ആയിരിക്കും. അവരുടെ കൗണ്ടർ പാർട്ടിനോടാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. എന്നാൽ മസ്കുലൈൻ എനർജി അവരുടെ ത്രോട്ട് ചക്ര ബാലൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഓപ്പണായിട്ട് കാര്യങ്ങളെ സംസാരിക്കാൻ അവർക്ക് കഴിയാറില്ല. അതായത് എക്സ്പ്രസീവ് അല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻസ് അവർ സർപ്രസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഫീലിങ്സിനെ, അവരുടെ ഇമോഷൻസിനെയൊക്കെ സർപ്രസ് ചെയ്യുമ്പോൾ വരുന്ന സാഡ്നെസ് അവർ ഫീൽ ആവുമ്പോൾ അവർ നമ്മളുടെ മിറർ സോൾ ആയതുകൊണ്ട് അത് നമ്മളിലേക്ക് ഈ ഒരു ത്രോട്ട് ചക്ര റിലേറ്റഡ് ഇഷ്യൂസ് മിറർ ബാക്ക് ആവാറുണ്ട്. അതേ പെയിൻ നമ്മളും ഫീൽ ആവാറുണ്ട്. അടുത്തതായിട്ട് കാൽപാദങ്ങളിൽ ഭയങ്കര പെയിൻ ഉണ്ട് എന്ന് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ജേർണിയിൽ. നമ്മളുടെ ബോഡിയിലുള്ള ഡീപ്പ് നെഗറ്റീവ് ഇമോഷൻസ് റിലീസ് ആവുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് കാലുകളിലും കാൽപാദങ്ങളിലും ഒക്കെ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവപ്പെടാറുണ്ട്. ഇതല്ലാതെ റൂട്ട് ചക്ര ബാലൻസ് ആവുമ്പോൾ പിന്നെ കുണ്ടലിനി ശക്തി അവേക്കൻ ആവാൻ തുടങ്ങുമ്പോഴും നമുക്ക് കാൽപാദങ്ങളിലും കാലുകളിലുമൊക്കെ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവപ്പെടാറുണ്ട്. അടുത്ത ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഈ ജേർണിയിലൂടെ കടന്നു പോകുന്നവർ അനുഭവിക്കുന്നത് വിശപ്പില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും കൂടുതൽ വിശപ്പ്. അപ്പോൾ ആദ്യം വിശപ്പില്ലായ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടും ഡിപ്രഷൻ്റെ ഒരു സിംറ്റമാണ്. എന്തുകൊണ്ടെന്നാൽ ഇമോഷൻസ് വളരെ അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. പർട്ടിക്കുലർലി ഫെമിനൈൻ എനർജിക്ക് ഈ ഒരു ഫേസിൽ അവർക്ക് ഈ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ വിശപ്പില്ലായ്മ അല്ലെങ്കിൽ അധികം വിശപ്പെന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ വരുന്നത്. ഇവിടെ നമ്മളുടെ സെൽഫ് എർത്ത് ഇഷ്യൂസൊക്കെ വളരെ ഡൗൺ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഐസൊലേഷൻ പീരീഡ്, ഒരു സോൾ ഷോക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഐസൊലേഷൻ പീരീഡിലായിരിക്കും ഇത്. കുറച്ച് മാസങ്ങൾ തൊട്ട് വർഷങ്ങൾ വരെയും ഈ വിഷമില്ലായ്മയൊക്കെ നമുക്ക് നീണ്ടു നിൽക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്നത്, നമ്മളുടെ ഡയറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കഴിക്കുന്നത് ഒരു മിനിമം ഫുഡ് കൂടുതൽ പ്രാവശ്യം കഴിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഫുഡെന്ന് പറയുന്നതാണല്ലോ നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് എനർജി കൊടുക്കുന്നത്. അപ്പോൾ അതല്ലാതെ കൂടുതലായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമ്മളുടെ കാലാവസ്ഥയുടെ ഏതൊരു കാലാവസ്ഥയാണെങ്കിലും അവേക്കനിങ് ജേർണിയിലുള്ളവർ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക. കാരണം നമ്മളുടെ ഫിസിക്കൽ ബോഡിയിൽ ക്ലെൻസ് ആയ കാര്യങ്ങളെ പുറന്തള്ളപ്പെടുന്നത് ഈ വാട്ടറിലൂടെയാണ്. അടുത്തതായിട്ട് ബോൺ പെയിൻ, അല്ലെങ്കിൽ എല്ലുകളിലൊക്കെ നമുക്ക് വേദന തോന്നാം. അതല്ല എങ്കിൽ ജോയിൻസിലൊക്കെ വേദന. ഇതും നമുക്ക് മാസങ്ങൾ തൊട്ട് വർഷങ്ങൾ വരെ നമ്മൾ ഒരു വിധം ഹീലാവുന്നിടം വരെ നമുക്ക് ഉണ്ടാവുന്ന പെയിനാണ്. ഉദാഹരണത്തിന് നമ്മളുടെ ഷോൾഡേഴ്സിൽ വരാം, നമ്മളുടെ കഴുത്തിൻ്റെ പിൻഭാഗത്തുള്ള പെയിന്, അല്ലെങ്കിൽ പുറത്തുള്ള പെയിന്. ഇതൊക്കെ നമ്മളുടെ ഇമോഷണൽ ബ്ലോക്കേജസിനെയാണ് കാണിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം അവേക്കനിങ്ങിലേക്ക് വന്ന് ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഇൻ പെർട്ടിക്കുലറായിട്ട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഓം നമ ശിവായ ഒക്കെ ജപിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ പെയിൻ ആദ്യം സർഫേസിൽ വരും. നമ്മൾക്ക് ഭയങ്കരമായിട്ട് ബ്ലോക്സ് ഉള്ള പോലെയൊക്കെ തോന്നും. എന്നാൽ ഈ മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇന്നർ വർക്കിൻ്റെ പ്രക്രിയ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം പതുക്കെ പതുക്കെ അതൊക്കെ റിലീസായതും നമ്മൾക്ക് ഫീൽ ആവാൻ പറ്റും. അടുത്തതായിട്ട് ഈ ജേർണിയിൽ ഏകദേശം 70-75% ഹീലാവുന്നോടം വരെ നമുക്ക് പലപ്പോഴും പനിയുള്ളതായിട്ട് തോന്നും. ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ ഉള്ളതായിട്ട് നമ്മൾ ഫീൽ ആവും. അത്രയും ബോഡി പെയിൻസും ആ ഒരു പനിയുടെ റിലേറ്റഡ് സിംറ്റംസ് ഒക്കെ നമുക്ക് തോന്നും. എന്നാൽ നമ്മളൊരു പക്ഷേ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് പനിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഹൈ ടെമ്പറേച്ചറൊന്നും ഇല്ലായിരിക്കാം. ഇതും നമ്മൾ ഹീലാവുന്നതിന് ബോഡി കാണിച്ചു തരുന്ന ഒരു സിംറ്റമാണ് സ്പിരിച്വൽ അവേക്കനിങ്ങിൽ. അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ക്വറീസ് വരുന്ന ഒരു കാര്യമാണ് ഈ ഹാർട്ട് ചക്ര പെയിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജേർണിയുടെ ഇനീഷ്യൽ ലെവൽ തൊട്ട് നമ്മുടെ കംപ്ലീഷൻ ഓഫ് ദ ജേർണി വരെയും ഈ ഒരു ഹാർട്ട് ചക്ര പെയിൻ പല പ്രാവശ്യത്തിൽ നമ്മൾ അനുഭവിക്കാറുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അനുഭവിക്കാറുണ്ട്. ഇത് നമ്മളുടെ ഉള്ളിലെ ഇമോഷണൽ സപ്രസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഇമോഷൻസ്, പെയിൻസ്, പാസ്റ്റ് വൂൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പാസ്റ്റ് ട്രാമാസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ പെയിൻ വരാറുണ്ട്. അതല്ലാതെ നമ്മുടെ ഹാർട്ട് ചക്ര ആക്ടിവേഷൻ നടക്കുമ്പോൾ ഹാർട്ട് ചക്രയിൽ നമുക്ക് പെയിൻ അനുഭവപ്പെടാറുണ്ട്. നമ്മുടെ ഒരു ഇന്നർ DM ആൻഡ് DF ബാലൻസ് ആയി കഴിയുമ്പോൾ സ്റ്റിൽ നമുക്ക് ഈ പെയിൻ വരികയാണെങ്കിൽ മനസ്സിലാക്കുക, നമ്മളുടെ കൗണ്ടർ പാർട്ട് ഒരു സാഡ് സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ സാഡ് പീരിയഡിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ സോൾ ഷോക്ക് അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ നടക്കുമ്പോഴും പിന്നെയും നമ്മൾക്ക് ഈ ഹാർട്ട് പൾപ്പിറ്റേഷൻ, ഹാർട്ട് ചക്രയിൽ ഹെവിനെസ് ഇതൊക്കെയും ഫീൽ ആവാറുണ്ട്. അടുത്തതായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് തലവേദന, ഹെഡേക്ക് എന്ന് പറയുന്നത്. ഈ ജേർണിയിൽ കൂടുതലും ഇനിഷ്യൽ സ്റ്റേജിലായിരിക്കും നമ്മൾ ഈ ഒരു ഹെഡേക്ക് അനുഭവിക്കുന്നത്. വൺ സൈഡ് ഹെഡേക്ക് ആവാം, മൈഗ്രെയിൻ്റെ ഒരു പ്രശ്നമാവാം, അതല്ലെങ്കിൽ പലപ്പോഴും ക്രൗൺ ചക്ര ബാലൻസ് ആവുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു പെയിൻ ആവാം. അപ്പോൾ നമ്മളുടെ കൗണ്ടർ പാർട്ടിനെ കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടുകളിലൊന്നാണ് നമ്മുടെ തല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓവർ തിങ്കിങ്ങിനെ എടുക്കാൻ പറ്റാതെ നമ്മൾക്ക് തരുന്ന ഒരു സിംറ്റമാണിത്. ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ കുറച്ച് നേരം നമ്മളുടെ ഇമോഷൻസിനെ, നമ്മുടെ തിങ്കിങ്ങിനെ കുറിച്ചൊന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട്, യൂഷ്വലി ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഡൈവേർട്ട് ചെയ്യാറില്ല, ഫീലിങ്സിനെ, ഇമോഷൻസിനെ ഫീൽ ആവാറാണ് പതിവ്. എന്നാൽ ഇവിടെ മാത്രം കുറച്ചൊന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്ക് എൻഗേജ് ആവുക, അല്ലെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാവുന്നതാണ്. ത്രൂ ഔട്ട് ഈ ജേർണിയിൽ പലപ്പോഴും നമ്മളുടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും ചെയ്യാനുള്ള ഊർജം ശരീരത്തിൽ ഇല്ലാത്തതുപോലത്തെ ക്ഷീണം അനുഭവപ്പെടാം. കോൺസെൻട്രേഷൻ ഇല്ലാതെ വരാം, കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവാൻ പറ്റാറില്ല. അത് എത്ര നന്നായിട്ട് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും പ്രൊഫഷണലി വളരെ ഉയർന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ പോലും ഈ ഒരു പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഷോർട്ട് ടെമ്പർ വരും, ആങ്കർ ഇഷ്യൂസ് ഇവിടെ വരാം. പിന്നെ വന്നിട്ട് ഷോർട്ട് മെമ്മറി ലോസ്, ആബ്സെൻറ്റ് മൈൻഡായിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ, മൂഡ് സ്വിങ്സ് ഒക്കെ നമുക്ക് ഈ ജേർണിയുടെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളുടെ ഉള്ളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഇമോഷണൽ ചേഞ്ചസ്, ഈ കണക്ഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, ട്വിൻ ഫ്ലെയിം കണക്ഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമ്മളുടെ ഒരു ഊർജത്തെ, നമ്മളുടെ എനർജീനെ ഇനിയൊരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പ്രയത്നിച്ചിട്ട് അല്ലെങ്കിൽ പാടുപെട്ടിട്ട് അവിടെ നമ്മൾ ഫെയിൽ ആകുമ്പം വരുന്ന ഒരു സെൽഫ് വർത്ത് ഇഷ്യൂസ്, ഇതൊക്കെയും ഈ കാര്യങ്ങൾക്ക് ഒരു കാരണമാകാം. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലൂടെയും പിന്നെ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ പലരും അവരുടെ ഒരു എക്സ്പീരിയൻസുകളുടെ കൂടെയും ലിസ്റ്റ് ഔട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ബോഡി പെയിൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതിൽ ഇനിയും കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടാവാം. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള ബോഡി റിലേറ്റഡ് സിംറ്റംസ് ആണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പെയിനൊക്കെ വരുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഈ ഒരു നിമിഷം നമുക്ക് തോന്നാം ഇത് ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് തിങ്ങാണ് നടന്നത്, നമുക്ക് ഒരു പെയിനാണ് വരുന്നതെന്നൊക്കെ. പക്ഷേ എല്ലാം നല്ലതിനാണ്. കാരണം നമ്മളുടെ ഒരു നല്ലതിന് വേണ്ടി മാത്രമേ ഡിവൈൻ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഈവൻ ഈ പെയിൻ ആണെങ്കിൽ പോലും നമ്മൾ ഹീൽ ആവുന്നതിൻ്റെ, നമ്മൾ ക്ലെൻസ് ആവുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു ഇംപ്യൂരിറ്റീസിനെ മാറ്റുമ്പോൾ വരുന്ന ആ ഒരു പ്രോസസ്സിൽ വരുന്ന പെയിൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പ്രോസസ്സിന് വേണ്ടത് സമയമാണ്, ക്ഷമയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നും മാറി അതിനെ സറണ്ടർ ചെയ്യുക.
അതിലൂടെ ഗോ ത്രൂ ആവുക. അതല്ലാതെ ഈ ഒരു പ്രക്രിയയിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വലുതായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ഫിസിക്കൽ ബോഡി പെയിനിനെയൊക്കെ മാറ്റാനായിട്ടുള്ള കാര്യങ്ങളിൽ അത് നമ്മളൊരു മെഡിസിൻ കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ കഴിച്ചാൽ ഒക്കെ ഇൻസ്റ്റൻ്റായിട്ടൊരു റിലീഫ് കിട്ടാം. എന്നാൽ അത് പിന്നെയും ആ ഒരു സമയപരിധി കഴിയുമ്പം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേഖി ഹീലിംഗ് സെഷൻസിനായിട്ട്, റേഖി അറ്റ്യൂട്ട്മെൻറ്റിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് വാട്സപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.